എന്താണ് കോളറ? എന്തെല്ലാമാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ? കോളറയ്ക്കുള്ള ചികിത്സാ രീതികൾ എന്തെല്ലാം? നിർണായക ഘട്ടത്തിൽ രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്ത്? കൊച്ചി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലിനജലത്തിലൂടെയും ആഹാരപദാർത്ഥങ്ങളിലൂടെയും പകരുന്ന കോളറ ഒരു ബാക്ടീരിയൽ രോഗമാണ്. കടുത്ത വയറിളക്കത്തിനും നിർജ്ജലീകരണത്തിനും കാരണമാകുന്ന ഈ വയറിളക്ക രോഗത്തിന്റെ രോഗാണു വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ്. 12 മുതൽ 28 മണിക്കൂർ വരെയുള്ള ഇൻക്യുബേഷൻ കാലയളവിനു ശേഷം പെട്ടെന്നുണ്ടാകുന്ന ജലമയമായ വയറിളക്കമാണ് കോളറയുടെ സവിശേഷത. വയറിളക്കത്തോടൊപ്പം പലപ്പോഴും ഛർദിയും ഉണ്ടാകുന്നു. രോഗിക്ക് പെട്ടെന്ന് നിർജ്ജലീകരണം സംഭവിക്കുന്നു. വളരെ ദാഹവും വരണ്ട നാവും അനുഭവപ്പെടും. രക്തസമ്മർദ്ദം കുറഞ്ഞ് നാഡീമിടിപ്പ് മങ്ങി പേശിവലിവ് രൂക്ഷമാകാം. രോഗിയുടെ കണ്ണുകൾ പൊള്ളയും പുഴിഞ്ഞതുമായി മാറുന്നു. ചർമ്മത്തിൽ ചുളിവുകൾ വീഴുന്നു തുടങ്ങിയവയാണ് കോളറയുടെ പ്രത്യക്ഷമാകുന്ന ലക്ഷണങ്ങൾ. ചികിത്സിച്ചില്ലെങ്കിൽ രോഗബാധിതരിൽ 50% മരണപ്പെടാൻ സാധ്യതയുള്ള കോളറയുടെ ചികിത്സാ രീതികളിൽ ഓറൽ റീഹൈഡ്രേഷൻ ലവണങ്ങൾ അഥവാ ORS ലായനി, ദ്രാവക നഷ്ടം നിയന്ത്രിക്കാൻ ഇൻട്രാവനസ് ദ്രാവകങ്ങൾ, കോളറ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ ഡോക്സിസൈക്ലിൻ പോലുള്ള ആന്റിബയോട്ടിക്കുകളും ഉൾപ്പെടുന്നു. സുരക്ഷിതവും വൃത്തിയുള്ളതുമായ ജലവിതരണമാണ് കോളറയെ നിയന്ത്രിക്കാൻ നമുക്കുപയോഗിക്കാവുന്ന ഏറ്റവും നല്ല മാർഗം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണവും വെള്ളവും തുറന്നു വയ്ക്കാതിരിക്കുക. ഭക്ഷ്യവസ്തുക്കൾ നന്നായി വേവിച്ചു മാത്രം കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക. വ്യക്തിശുചിത്വം പാലിക്കുക തുടങ്ങിയവയാണ് ഈ വേനൽക്കാലത്ത് നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ. രോഗാണുക്കളെ വഹിക്കുന്ന ആളുകൾ ധാരാളമുള്ളതിനാൽ കോളറ ഭൂമിയിൽ നിന്ന് അത്ര പെട്ടെന്ന് തുടച്ചുമാറ്റാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. രോഗലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ ചികിത്സ തേടുക എന്നതാണ് അസുഖം തടയാനുള്ള ഏറ്റവും എളുപ്പമാർഗം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,